മതവും ജാതിയും മാറാൻ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകി ബിഷപ്പുമാർ. SIUC ലത്തീൻ സഭ ബിഷപ്പുമാർ നൽകിയ കത്തിന്റെ പകർപ്പ് പുറത്ത്. 2011 അച്ചടി വകുപ്പ് ഡയറക്ടർ ജാതി മാറ്റത്തിലെ തട്ടിപ്പ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് നൽകിയ കത്തിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. ജനം ബിഗ് ബ്രേക്കിംഗ്. ഇത് SIUC ബിഷപ്പ് ഡോക്ടർ ഗ്ലാഡ്സ്റ്റോൺ 17/6/2002 പ്രീത എന്ന ബാലരാമപുരം സ്വദേശിക്ക് നൽകിയ SIUC സർട്ടിഫിക്കറ്റാണ്. ജാതിയാവട്ടെ SIUC നാടാർ ക്രിസ്ത്യൻ. അതേ പ്രീത 11/11/2005 ആയപ്പോൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് മാറ്റി ലത്തീൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ എന്ന ലത്തീൻ സഭയുടെ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കി. ഈ ജാതി മാറ്റം സംവരണ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രമെന്നത് വ്യക്തം. അടുത്തത് ഇങ്ങനെ: ഭരണഘടനാ വിരുദ്ധമായി 18/3/2025 നാടാർ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഷാജി എന്ന വ്യക്തി ജാതിയും മതവും മാറി ലത്തീൻ ക്രിസ്ത്യാനിയായതിൻ്റെ രേഖയാണിത്. സമാനമായ രീതിയിൽ ഹിന്ദു ഈഴവ വിഭാഗത്തിൽപ്പെട്ട ഇന്ദുലാൽ നെയ്യാറ്റിൻകര സ്വദേശി 3/2/2025 ലത്തീൻ ക്രിസ്ത്യാനിയായതിൻ്റെ രേഖയും. ഇങ്ങനെ ഈ വർഷം മാത്രം ജാതിയും മതവും മാറിയവർ 1000-ലേറെ പേരാണ്. ഇതൊക്കെ പൂർണ്ണമായും സംവരണ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയെന്ന് വ്യക്തം. ജനനം കൊണ്ടാണ് ജാതി നിർണ്ണയിക്കപ്പെടുന്നതെന്ന് ഭരണഘടനയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭരണഘടനയെ അട്ടിമറിച്ചാണ് ഉദ്യോഗസ്ഥർ മതമേലധ്യക്ഷന്മാരുടെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് ജാതി മാറ്റം തകൃതിയായി നടത്തുന്നത്. ഇനി മറ്റൊരു രേഖ. 2011 തന്നെ ജാതി മാറ്റം നിയമപരമായി അല്ലാതെ നടക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി അച്ചടി വകുപ്പ് ഡയറക്ടർ സർക്കാരിന് നൽകിയ കത്തിന്റെ പകർപ്പാണിത്. അപ്പോഴും സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചു. മുമ്പ് ലത്തീൻ സഭ വിശ്വാസികളായി ചേർന്നവർക്കും അവരുടെ പിൻതലമുറക്കാർക്കും മാത്രമേ ലത്തീൻ സഭ സർട്ടിഫിക്കറ്റ് നൽകാവൂ എന്ന നിയമം നിലനിൽക്കെയാണ് ജാതിമാറ്റ അട്ടിമറി സംസ്ഥാനത്ത് നടക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് 2010 തന്നെ ജാതിമാറ്റ തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടതോടെ ലത്തീൻ കത്തോലിക്ക സമുദായങ്ങൾക്ക് ജാതിമാറ്റ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ഉത്തരവായി നൽകിയിരുന്നു. ഇതും ഇവിടെ അട്ടിമറിക്കപ്പെട്ടു. സമാനമായ രീതിയിൽ ദേശീയ പിന്നോക്ക കമ്മീഷനും സർക്കാരിന് ഇതേ നിർദ്ദേശം നൽകിയിരുന്നു. എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് സംസ്ഥാനത്ത് ജാതി മതമാറ്റം
തകൃതിയായി നടക്കുന്നത്. മതമേലധ്യക്ഷന്മാരും സർക്കാരും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരും കുടപിടിക്കുമ്പോൾ നിലവിൽ ഭരണഘടനയാണ് വെല്ലുവിളിക്കുന്നത്. ഈ ജാതി മതമാറ്റത്തിലൂടെ സഭയ്ക്ക് ലഭിക്കുന്നതാകട്ടെ ഒരു അംഗബലം, ഒപ്പം ജാതി മതം മാറുന്നവർക്ക് ലഭിക്കുന്നതാകട്ടെ ആനുകൂല്യങ്ങളും. ഇതിനു വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ജാതി മതമാറ്റം സംസ്ഥാനത്ത് നടക്കുന്നതും. വിനീഷ്, ജനം, തിരുവനന്തപുരം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത വിനീഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിനീഷ്, സംവരണ ആനുകൂല്യം ലഭിക്കാൻ നടത്തുന്ന വമ്പൻ തട്ടിപ്പിന്റെ കഥയാണ് വിനീഷ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് വിനീഷിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത്? രാഗി, പൊതുവെ നമ്മൾ കേൾക്കാറുള്ളത് സംസ്ഥാനത്ത് മതമാറ്റം അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മതമാറ്റം എന്ന വാർത്തകളായിരുന്നു കാലങ്ങളായി പുറം ലോകത്ത് വന്നിരുന്നത്. പക്ഷേ അതിൽ നിന്നും വലിയൊരു തട്ടിപ്പ് തന്നെയാണ് ഇപ്പോൾ പുറത്ത് ജനം TV കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ജാതി മാറ്റം എന്നത് ഭരണഘടന വിരുദ്ധമായിരിക്കെ ആ ജാതി മാറ്റത്തിനായി സർക്കാരും മതമേലധ്യക്ഷന്മാർ, പ്രത്യേകിച്ച് ലത്തീൻ സഭയുടെയും SIUC സഭയുടെയൊക്കെ ബിഷപ്പുമാർ തന്നെ നേരിട്ടെത്തി അവർ അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. ആ സർട്ടിഫിക്കറ്റുകളുടെ ആനുകൂല്യത്തിൽ പ്രത്യേകിച്ച് ഇന്ന മതത്തിൽപ്പെട്ട ആളാണ് SIUC ക്രിസ്ത്യൻ നാടാർ എന്ന് ഒരു കുട്ടിക്ക് ജാതി സർട്ടിഫിക്കറ്റ് ഒരു SIUCയുടെ തന്നെ ബിഷപ്പ് നൽകുന്നു. അതിന് തൊട്ടു പിന്നാലെ 2 വർഷം പിന്നിടുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലത്തീൻ സഭയുടെ ബിഷപ്പ് അടുത്തൊരു സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഈ കുട്ടി ലത്തീൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ എന്ന സർട്ടിഫിക്കറ്റ് നൽകുന്നു. അങ്ങനെ പരിശോധിക്കുമ്പോൾ അതിൽ വലിയ തട്ടിപ്പ് നടക്കുന്നു. ഈ ജാതി മാറ്റം എന്നത് സംവരണ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മാത്രം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ജാതി മാറ്റം ഭരണഘടന വിരുദ്ധം എന്ന നിയമവ്യവസ്ഥ നിലനിൽക്കുമ്പോൾ അതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ജാതി മതമാറ്റം നടത്തുന്നത്. പ്രത്യേകിച്ച് വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം കാണുന്ന സംസ്ഥാന സർക്കാരുകൾ, പ്രത്യേകിച്ച് മാറി മാറി വന്ന ഇടതുപക്ഷവും വലതുപക്ഷവും ഇതിന് മൗനാനുവാദം നൽകിയിരിക്കുന്നു. ഇത് വർഷങ്ങളായി നടത്തി വന്ന ഒരു തട്ടിപ്പ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ തട്ടിപ്പിൻ്റെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അച്ചടി വകുപ്പിൻ്റെ ഡയറക്ടർ തന്നെ 2011 കൃത്യമായി ഇതിൻ്റെ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെടുന്നു. ഹിന്ദു നാടാർ വിഭാഗത്തിൽപ്പെടുന്നവർ നിരന്തരമായി ഇങ്ങനെ ജാതി മാറ്റം നടത്തുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ സർക്കാരിനെ കത്ത് മുഖേന അച്ചടി വകുപ്പ് ഡയറക്ടർ നൽകുന്നു. അപ്പോഴും സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു. ഒപ്പം തൊട്ടു പിന്നാലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ മാനദണ്ഡം പുതുക്കി നൽകിക്കൊണ്ട് പട്ടികവർഗ വിഭാഗം അല്ലെങ്കിൽ ആ ഒരു വകുപ്പ് തന്നെ സർക്കാരിന് വീണ്ടും കത്ത് നൽകുകയാണ്, നിർദ്ദേശം നൽകുകയാണ്, ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയാണ്. 1947 മുൻപ് മാത്രം ലത്തീൻ സഭയുടെ വിശ്വാസികളായിരുന്നവർക്കും ഒപ്പം തന്നെ അവരുടെ പിൻതലമുറക്കാർക്കും മാത്രമേ ലത്തീൻ സമുദായ സർട്ടിഫിക്കറ്റ് നൽകാൻ പാടുള്ളൂ. അതൊരു ജാതിയാണ്. ആ ഒരു ജാതി വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നവർക്ക് മാത്രമേ അത്തരത്തിൽ സർട്ടിഫിക്കറ്റുകൾ നൽകാവൂ എന്ന നിയമം സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. ആ നിയമം സംസ്ഥാനം അട്ടിമറിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ദേശീയ പിന്നോക്ക കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ വീണ്ടും സംസ്ഥാന സർക്കാരിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു കത്ത് സംസ്ഥാനത്ത് നൽകുന്നു. ഇതെല്ലാം പൂഴ്ത്തിവെച്ചുകൊണ്ട് മതമേലധ്യക്ഷന്മാരുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് ആളുകളെയാണ് ഇത്തരത്തിൽ ജാതി മാറ്റിയത്. കഴിഞ്ഞ 1947 ശേഷം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ സംവിധാനങ്ങൾ, ഭരണ സംവിധാനങ്ങളും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും ഒപ്പം സർക്കാർ സംവിധാനങ്ങളും ഒന്നടങ്കം ഈ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ചു സംസ്ഥാനത്ത് എന്ന് സംബന്ധിച്ചുള്ള ഞെട്ടിക്കുന്ന തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ ജനം TV പുറത്തുവിട്ടിരിക്കുന്നത്. കാരണം മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കേട്ടിരുന്നത് മതം മാറ്റം എന്ന് പറയുന്നതിനപ്പുറം മറ്റൊരു മാറ്റം, അല്ലെങ്കിൽ അതിനപ്പുറം അതിലൊക്കെ ഏറെ ഭയാനകരമായ ഒരു ജാതിയെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റം തന്നെയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും എടുത്തു പറയാൻ സാധിക്കുക, നമ്മൾ ഏറ്റവും അവസാനം 2025 പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ 2025 ഈ മാസത്തോടെ എത്തുമ്പോൾ തന്നെ ഏകദേശം 1000-ലധികം പേർ ഇത്തരത്തിൽ മതം മാറ്റവും ജാതി മാറ്റവും സംസ്ഥാനത്ത് നടത്തിയിരിക്കുന്നു എന്നതാണ്. നമ്മൾ അതിൻ്റെ രേഖകളും പുറത്തുവിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈഴവ സമുദായം, ഈഴവ ഹിന്ദു വിഭാഗത്തിൽ നിന്ന് ലത്തീൻ സഭയിലേക്ക് ലത്തീൻ കത്തോലിക്ക ക്രിസ്ത്യാനിയായി, ആംഗ്ലോ ഇന്ത്യൻ ക്രിസ്ത്യാനിയായി മാറുന്നു. അതെങ്ങനെ യാഥാർത്ഥ്യമായി? ഒപ്പം തന്നെ നാടാർ ഹിന്ദു വിഭാഗത്തിലുള്ള മറ്റൊരു വ്യക്തി ജാതിയും മതവും മാറുന്നു. അയാളും
ലത്തീൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് മാറുന്നു. ലത്തീൻ കത്തോലിക്ക എന്ന് പറയുമ്പോൾ ഒരു ജാതിയായിട്ടാണ് സംസ്ഥാനത്ത് കണക്കാക്കുന്നത്. ആ ഒരു ഭരണഘടനാ വിരുദ്ധമായി എങ്ങനെ ഇവർക്ക് മാറാൻ സാധിക്കുന്നു? ഈ ഉദ്യോഗസ്ഥർ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ജാതി മാറ്റത്തിന് അനുകൂലമായ സാഹചര്യം സംസ്ഥാനത്ത് ഒരുക്കുന്നത്? ഇതിൽ സംസ്ഥാന സർക്കാർ മൗനാനുവാദം നൽകുന്നു. മാറി മാറി വന്ന സർക്കാരുകൾ മൗനാനുവാദം നൽകി. പ്രത്യേകിച്ച് ബിഷപ്പുമാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സംസ്ഥാനത്ത് ഇത്തരത്തിൽ വലിയൊരു തരത്തിലുള്ള തട്ടിപ്പ് നടന്നു. അത് വ്യാപകമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ലക്ഷക്കണക്കിന് പേരാണ് ജാതി മതമാറ്റം സംസ്ഥാനത്ത് നടന്നിരുന്നത്. ഒരുപക്ഷെ പ്രത്യക്ഷമായി മതമാറ്റം എന്ന വാർത്തകൾ പല ഘട്ടങ്ങളിലായി നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിലെല്ലാം ഉപരി വലിയ തോതിലുള്ള ഒരു തട്ടിപ്പാണ് വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് അറുതി വരുത്തിയേ പറ്റൂ എന്ന ഒരു തരത്തിലുള്ള നിലപാട് തന്നെയാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ രേഖകൾ നമ്മൾ ജനം TV കൃത്യമായി പുറത്തുവിടുമ്പോൾ അതിൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാ മാനദണ്ഡങ്ങളും അട്ടിമറിച്ചുകൊണ്ടുള്ള അതുപോലെ തന്നെ ഈ ബിഷപ്പുമാർ ഈ വിഷയത്തിൽ, അതായത് ഇത്രയും വലിയൊരു തട്ടിപ്പിന് അവർ തന്നെ ചുക്കാൻ പിടിക്കുന്നു എന്ന് പറയുമ്പോൾ സർക്കാർ അതിന് മൗനാനുവാദവും നൽകുന്നുണ്ട്. കാരണം വോട്ട് ബാങ്ക് മുന്നിലുണ്ടല്ലോ. അപ്പോൾ ഇതൊരു സംസ്ഥാന വ്യാപകമായി നടക്കുന്ന തട്ടിപ്പായി തന്നെ വേണം മനസ്സിലാക്കാനല്ലേ? തീർച്ചയായിട്ടും സംസ്ഥാന വ്യാപകമായി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിലുപരി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഒരാൾ മതവും ജാതിയും മാറി ലത്തീൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യനായി മാറുമ്പോൾ അതിന് പിന്നിൽ ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു അംഗബലം വർദ്ധിക്കുകയാണ്. ആ വ്യക്തി മതം മാറുമ്പോൾ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ നാടാർ ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ആളാണെങ്കിൽ അയാൾക്കുള്ളത് 1% ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ 1% സംവരണമാണ് ജോലി സംബന്ധമായ കാര്യങ്ങൾക്കും PSCയിലും അടക്കം. പക്ഷേ ഇദ്ദേഹം ലത്തീൻ കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജാതി മാറ്റം നടത്തുന്നതിലൂടെ മതമാറ്റം നടത്തുന്നതിലൂടെ അദ്ദേഹത്തിന് ലഭിക്കുന്നതാകട്ടെ 4% സംവരണം. ഈ സംവരണ ആനുകൂല്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജാതി മതമാറ്റം വർഷങ്ങളായി സംസ്ഥാനത്ത് നടക്കുന്നു. അങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ ജോലിയിൽ വിവിധ വകുപ്പുകളിൽ അത്തരത്തിൽ ജാതി മത തട്ടിപ്പിലൂടെ അനധികൃതമായി ഈ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ സമ്പാദിച്ചതിലൂടെ ജോലിയിലിരിക്കുന്നതാകട്ടെ സർക്കാർ ജോലിയിലിരിക്കുന്നതാകട്ടെ നിരവധി പേർ എന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. അത്തരത്തിലുള്ള വലിയ തട്ടിപ്പുകൾ സംസ്ഥാനത്ത് ഇപ്പോഴും അരങ്ങേറുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ അതിൻ്റെ ഒരു ചെറിയ തോതിലുള്ള തെളിവുകളാണ് ജനം TV ഇപ്പോൾ പുറത്തുവിട്ടിരുന്നത്. പ്രത്യേകിച്ച് കാലങ്ങളായി വർഷങ്ങളായി ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ സംസ്ഥാനത്ത് നടക്കുന്നു. സംസ്ഥാന സർക്കാർ ഇതിന് മൗനാനുവാദം നൽകുന്നു. ഒപ്പം തന്നെ മതമേലധ്യക്ഷന്മാർ നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുക എന്ന് പറയുന്നത് SIUC-യുടെയോ അല്ലെങ്കിൽ ലത്തീൻ കത്തോലിക്ക സഭയുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നൽകുന്നതോടുകൂടി ഈ പ്രത്യേകിച്ച് വില്ലേജ് ഓഫീസർമാരാകട്ടെ, ഇതിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരാകട്ടെ, താലൂക്ക് തഹസിൽദാരാകട്ടെ, ഇവരെല്ലാവരും ചെയ്യുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കാണുമ്പോൾ ആ വ്യക്തിയുടെ പിൻതലമുറക്കാരെ കുറിച്ച് പരിശോധിക്കുകയോ മറ്റു രേഖകളോ പരിശോധിക്കാതെ തന്നെ അവർക്ക് കമ്മ്യൂണിറ്റി ജാതി സർട്ടിഫിക്കറ്റ്, ജാതി മാറാനുള്ള സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. അതിലൂടെ വലിയ തട്ടിപ്പ് സംസ്ഥാനത്ത് നിൽക്കുന്നു. സഭയെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്കൊരു അംഗബലം കൂടുന്നു എന്നത് വലിയ കാര്യമായി സഭ കാണുന്നു. പ്രത്യേകിച്ച് ഒരു മറ്റൊരു ജാതിയിൽ നിന്ന് മറ്റൊരു മതവിഭാഗത്തിൽ നിന്ന് ഒരു വ്യക്തി സഭയുടെ ഭാഗമാകുമ്പോൾ ആ കുടുംബത്തിലെ പൂർണ്ണമായും വീണ്ടും വരും തലമുറ കൺവെർട്ടാകുന്നു എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു അടിസ്ഥാന ബോധം സഭയ്ക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സഭ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് ബിഷപ്പുമാർ അടക്കമുള്ളവർ കൂട്ടുനിൽക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. മതവും ജാതിയും മാറാൻ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകിയ ബിഷപ്പുമാർ എന്ന വാർത്തയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. SIUC ലത്തീൻ സഭ ബിഷപ്പുമാർ നൽകിയ കത്തിന്റെ പകർപ്പ് ജനം TV പുറത്തുവിട്ടിരിക്കുകയാണ്. 2011 അച്ചടി വകുപ്പ് ഡയറക്ടർ ജാതി മാറ്റത്തിലെ തട്ടിപ്പ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനൊരു കത്ത് നൽകിയിരുന്നു. ആ കത്തിന്റെ പകർപ്പ് ജനം TV പുറത്ത് വിടുകയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് വിനീഷാണ്. വിനീഷ് തുടരുന്നുണ്ട്. വിനീഷ്, നമ്മൾ പുറത്ത് വിടുന്നത് ഒരു വലിയ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് എന്നുള്ളതാണ്. അതായത് SIUC ലത്തീൻ സഭ ബിഷപ്പുമാർ ഈ തട്ടിപ്പിന് ചുക്കാൻ പിടിക്കുന്നുണ്ട് എങ്കിൽ അതിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പങ്ക് വളരെ വലുതാണ്. അവർ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് വലിയ തട്ടിപ്പിന് കൂട്ട് നിൽക്കുന്നു. കൃത്യമായ നടപടികൾ ഈ ഉദ്യോഗസ്ഥർക്ക് അടക്കം എതിരെ വേണ്ടതല്ലേ വിനീഷ്?
തീർച്ചയായിട്ടും നമുക്ക് അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടക്കുന്ന ഒരു വലിയ തട്ടിപ്പ്, അതിൽ ഒരു വലിയ തട്ടിപ്പ് പുറം ലോകത്തേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സർട്ടിഫിക്കറ്റ് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ ഒരു അന്വേഷണം നടക്കുകയാണെങ്കിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ എല്ലാം തന്നെ നിയമ നടപടി നേരിടേണ്ടി വരും. കാരണം ഭരണഘടനാ വിരുദ്ധമായി യാതൊരു അന്വേഷണവും കൂടാതെ ബിഷപ്പുമാരുടെ കത്തുകൾ മാത്രം കൈക്കലാക്കി വച്ചുകൊണ്ട് ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റുകൾ അച്ചടിച്ച് നൽകിയ ഉദ്യോഗസ്ഥർ സംസ്ഥാനത്ത് ഇപ്പോഴുമുണ്ട്. അത് സംസ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2025 പരിശോധിക്കുമ്പോൾ മാത്രം ആയിരക്കണക്കിന് പേരാണ് സംസ്ഥാനത്ത് മാത്രം ഇത്തരത്തിൽ മതവും ജാതിയും മാറിയത്. ആ ജാതി മാറ്റവും മതമാറ്റവും എന്തിനു വേണ്ടിയിട്ടാണ്, അവരുടെ പിൻതലമുറക്കാർ ആരാണ് എന്ന് സംബന്ധിച്ചുള്ള ഒരു പരിശോധനയും സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നത് സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഏറ്റവും അവസാനം നമ്മുടെ വാർത്തയ്ക്കകത്ത് തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത് 2025 മാത്രം ഹിന്ദു നാടാർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തി, നമ്മൾ അതിൻ്റെ ഒരു മഞ്ഞുമലയുടെ നേരത്തെ രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൻ്റെ ചെറിയ കണക്കുകൾ അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ രൂപം മാത്രമാണ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ആ ഹിന്ദു നാടാർ വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തിക്ക് എങ്ങനെ മതവും ജാതി മാറാൻ സാധിച്ചു എന്നത് മറുപടി പറയേണ്ടത് ഉദ്യോഗസ്ഥരാണ്. ഒപ്പം തന്നെ ഹിന്ദു ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആളെ എങ്ങനെ ലത്തീൻ കത്തോലിക്ക ക്രിസ്ത്യാനിയാക്കി മാറ്റി, ഹിന്ദു നാടാർ വിഭാഗത്തിൽപ്പെട്ട ആളിനെ എങ്ങനെ ലത്തീൻ കത്തോലിക്ക ക്രിസ്ത്യാനിയാക്കി മാറ്റി. ലത്തീൻ എന്ന് പറയുന്നത് ഒരു ജാതിയാണ്. ആ ജാതിയിലേക്ക് എങ്ങനെ നാടാർ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ജാതി മാറ്റാൻ സാധിച്ചു, ഈഴവ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ എങ്ങനെ ജാതി മാറ്റാൻ സാധിച്ചു. മതം മാറാൻ ഭരണഘടനാപരമായി തന്നെ നമുക്ക് അവകാശമുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ടത് ഈ മതം മാറ്റം മറ്റു പ്രലോഭനങ്ങൾക്കോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾക്കോ വേണ്ടിയാകരുത് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ നിയമം നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. ഈ നിയമങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മതജാതി മാറ്റം സംസ്ഥാനത്ത് തകൃതിയായി നടക്കുന്നത്. ആ തകൃതിയായി നടക്കുന്ന ജാതി മതമാറ്റത്തിന് സംസ്ഥാന സർക്കാർ കുടപിടിക്കുന്നു. മാറി മാറി വന്ന സർക്കാരുകൾ കഴിഞ്ഞ കുറേ കാലമായി കുടപിടിക്കുന്നു അല്ലെങ്കിൽ അതിന് ഒത്താശ ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് പേർ ജാതി മതമാറ്റത്തിലൂടെ നിരവധി ജോലികൾ സംവരണാനുകൂല്യങ്ങളും ഇപ്പോഴും കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. രാഖി. ശരി വിനീഷ്, സംവരണാനുകൂല്യം ലഭിക്കാൻ നടത്തുന്ന വമ്പൻ തട്ടിപ്പിന്റെ കഥയാണ് പുറത്ത് വരുന്നത്. മതവും ജാതിയും മാറാൻ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത് ബിഷപ്പുമാരാണ്. SIUC ലത്തീൻ സഭ ബിഷപ്പുമാർ നൽകിയ കത്തിന്റെ പകർപ്പ് പുറത്ത് വരികയാണ്. 2011 അച്ചടി വകുപ്പ് ഡയറക്ടർ ജാതി മാറ്റത്തിലെ തട്ടിപ്പ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരിന് ഒരു കത്ത് നൽകിയിരുന്നു. ആ കത്തിന്റെ പകർപ്പ് ജനം TVക്ക് ലഭിച്ചിരിക്കുകയാണ്. ജനം ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് നൽകുന്ന വാർത്തയാണ് ഇത്. വിനീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി കൂടുതൽ വാർത്തകളിലേക്കൊക്കെ തന്നെ നമുക്ക് പോകാം. ഒരു ഇടവേള.